ആ വേസ്റ്റുകൾ ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അത് പോയി എടുത്തുകൊണ്ടുവന്ന് ഈ മുഹമ്മദിൻ്റെ കഴുത്തിലൊന്നിട്ട് കൊടുക്കുക? ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതായത് പിന്നെ പശുവിൻ്റെ മാംസം കയ്യിൽ വെച്ചു എന്നാരോപിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളിപ്പോൾ തൊട്ടടുത്ത് നടന്ന ഒരു വൈറലായൊരു വീഡിയോ ആണല്ലോ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ ഒരു മുസ്ലിമായൊരു വ്യക്തി പാത്രം കൊണ്ട് ചെന്നപ്പോൾ, നീ മുല്ലയാണ്, നീ മുസ്ലിമാണ്, നിനക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആട്ടിയകറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൊരുൾ നമുക്ക് മനസ്സിലാകും. അതിന് ഉപകരിക്കുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. ഒരിക്കൽ ഖുറൈശികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരു അഭിപ്രായം വരികയാണ്. നമ്മൾ ഇന്നലെ ഒരു ഇന്ന കുടുംബത്തിലൊരു ഒട്ടകത്തെ അറുത്തില്ലേ, ആ ഒട്ടകത്തിൻ്റെ കുടൽമാലയുണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റുകളുണ്ടല്ലോ, ആ വേസ്റ്റുകൾ ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അത് പോയി എടുത്തുകൊണ്ടുവന്ന് ഈ മുഹമ്മദിൻ്റെ കഴുത്തിലൊന്നിട്ട് കൊടുക്കുക എന്ന് അഭിപ്രായം പറയണം. അപ്പം അതിൽ നിന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. ശരിക്കും ആ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി വേസ്റ്റിൽ ഏറ്റവും ദുർഗന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കുടൽമാല എന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ ഈ ലഹയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് പ്രത്യേകം എടുത്തു മാറ്റി അതിനകത്താണ് ഈ നമ്മുടെ ഈ ദഹന പ്രക്രിയ നടന്ന് ഈ പറയുന്ന മോഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു മലം അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുടൽമാല. അപ്പം അത് വളരെ നിജമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ. അപ്പം അതിൽ ആ ഒരു നീചനായ വ്യക്തി ചെന്ന് പോയിട്ട് അവിടുന്ന് അതൊക്കെ കൂടി എല്ലാം കൂടി വാരി കൊണ്ടുവന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുക പ്രവാചകന്റെ കഴുത്തിലേക്ക് ഇടുകയാണ്. നിങ്ങൾ ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ഇവരെല്ലാവരും ഇത് കണ്ട് ഇങ്ങനെ പുളകിതരായി സന്തോഷിക്കുകയാണ്. പ്രവാചകന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കഴുത്തിൽ ഇത്രമാത്രം ഭാരം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ ഭാഗമാണ് കൊണ്ടുവന്നിട്ട് കഴുത്തിലിടുന്നത്. പ്രവാചകന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് വരുന്നത് ഇത് എടുത്തു മാറ്റാൻ വേണ്ടി വരുന്ന ആരും സഹായിക്കാനില്ല. പ്രവാചകനെ എടുത്തു മാറ്റാൻ വരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഹദീസിൽ കാണാം, വഹിയ ജുവൈരിയത്തുൻ, അവൾ അന്നൊരു ചെറിയ, ആ ഫാത്തിമ ബീവി ഒരു ചെറിയ പെൺകുട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോണ്ടാകുന്ന ഒരു മാനസിക വിഷമം. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് തൻ്റെ ഉപ്പയുടെ കഴുത്തിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ആ ഒരു കൊച്ചു കൈകളെ കൊണ്ട് തട്ടിമാറ്റുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കഴുത്തിൽ നിന്ന് മകള് ഈ മാലിന്യങ്ങൾ ഓരോന്നോരോന്നായി അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ദുആ നടത്തുന്നുണ്ട്. ആ ദുആ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികളെ നീ കൈകാര്യം ചെയ്യണേ. എന്നിട്ട് അവിടുന്ന് പേരെടുത്ത് പറയണം, അല്ലാഹുമ്മ അലൈക ബി അംറു ബിൻ ഹിഷാം വ ഉത്ബത്ത് ബിൻ റബീഅ വ ശൈബത്ത് ബിൻ റബീഅ വൽ വലീദ് ബിൻ ഉത്ബ വ ഉമയ്യത്ത് ബിൻ ഖലഫ് വ ഉഖബത്ത് ബിൻ അബി മുഈദ്. അങ്ങനെ പേരെടുത്തിട്ട് പറയണം, ഇവരെയൊക്കെ നീ അല്ലാഹ് കൈകാര്യം ചെയ്യണേ. എന്നിട്ട്
ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പേരെടുത്ത് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്ത വ്യക്തികളൊക്കെയും ബദറിൽ ആ പൊട്ടക്കിണറ്റിൽ ഞങ്ങൾ കണ്ടു എന്നുള്ളത് ചരിത്രം പിന്നീട് സാക്ഷിയാണ്. അപ്പം എൻ്റെ ശ്രോതാക്കളോട് എന്നോട് തന്നെയും ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരസ്യമായ പ്രബോധനത്തെയും ഇസ്ലാമിക ശിആറുകളെയും വെറുത്തിരുന്ന ആളുകൾ, മറ്റുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടി മുസ്ലിങ്ങളെ പീഡനത്തിന് വേണ്ടി വിധേയരാക്കിയ ആളുകൾ, സാധാരണ ഒരു മുസ്ലിമിനെയല്ല, മുസ്ലിമീങ്ങൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന നേതാവിനെയാണ് ഇത്തരുണത്തിൽ പരസ്യമായി വേട്ടയാടിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചരിത്രം ആവർത്തിക്കുകയാണ്. അന്നവർ അതിനെ അതിജയിച്ചത് അവരുടെ മഹത്തായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് ഇന്നും ബദല് എന്നൊരു കാര്യം കൂടി ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അനുഷ്ഠിച്ച ആ ഒരു ത്യാഗങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ എത്ര കണ്ട് ഈ ദീനിനു വേണ്ടി അധ്വാനിച്ചു, സമയം ചെലവഴിച്ചു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠമായിട്ട്. തീർച്ചയായും അതിൽ വളരെ മനോഹരമായൊരു ചരിത്രവും മാതൃകാപരമായ പല പാഠങ്ങളും നമുക്കതിൽ നേടാനുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഹസൻ അൻസാരി തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് ചിന്താഗതികൾ, ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളിൽ നീ മുല്ലയാണ്, നിനക്ക് ഭക്ഷണമില്ല, നീ മുസ്ലിമാണ് എന്ന് പറഞ്ഞ അയാൾ ആട്ടിയകറ്റുന്ന രംഗം, ഇതൊക്കെ വളരെ ന്യൂനപക്ഷമായ ചില ഫാഷിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഇന്ത്യയിൽ നടപ്പാക്കുന്നുണ്ട് എങ്കിലും വളരെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരും വളരെ സൗഹാർദ്ദത്തിലും സഹോദര്യത്തിലും തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ണുകൂടിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതുപോലെ ന്യൂനപക്ഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ വരും. പക്ഷേ ആ ഘട്ടങ്ങളിൽ പോലും തളരാതെ പതറാതെ ഈമാൻ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ മുൻനിർത്തിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പ്രവാചക ചരിത്രങ്ങൾ മാതൃകയാകണമെന്ന മഹത്തായ ദർശനമാണ് ഇന്നത്തെ ചരിത്രത്തിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെട്ടത്. ബാറക്കല്ലാഹു ഫീക്കും.